എന്നോട് എല്ലാവരും കുറെ ആൾക്കാർ വിളിച്ചു ചോദിച്ചാണ് ഈ വിദേശ മലയാളികള് അത് വിദേശത്ത് സെറ്റിലായ ആൾക്കാരില്ലേ, അവരുടെ നാട്ടിലെ വീട് വില കുറഞ്ഞ വീട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന്. അതായത് ഒരു 15 സെന്റ് സ്ഥലം ഔട്ട് ഹൗസ് ഒക്കെ ഉള്ളൊരു വീടാണ്. മുറ്റത്തൊക്കെ ഇന്റർലോക്ക് ഇട്ട കംപ്ലീറ്റ് പായൽ പിടിച്ചിറങ്ങി. ഞാൻ പറഞ്ഞ വിദേശ മലയാളികളുടെ വീടാണ് ഇത്. നോക്കാനൊന്നും ആളില്ലാത്ത കാരണം ഇങ്ങനെ ഇതൊക്കെ ഈ പാലൊക്കെ പിടിച്ചിറക്കണം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി കഴിഞ്ഞാൽ ക്ലീൻ ആവുന്ന ഇതേ ഉള്ളൂ. പിന്നെ മതിലൊന്ന് പെയിന്റ് അടിക്കണം. വീടിന് പെയിന്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കൊടംപുളി വരക്ക് വെച്ചേക്കണുണ്ടോ, ഒരു ബക്കറ്റ് ഉണ്ട് നോക്കി, ഒരു ബക്കറ്റ് പുളിയാണ് വരക്ക് വെച്ചേക്കണത്. ഇനിയും താഴത്ത് ഉറപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. 15 സെന്റ് സ്ഥലം വീടുമാണ്. അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇതോട് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള വീടൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരേണ്ടില്ലേ. ഹൈവേ എന്നൊക്കെ ചാർജ് 1200 മീറ്റർ ഉണ്ടാവുള്ളൂ ഈ വീട്ടിലോട്ട്. ചെമ്മിപ്പുളി ടാർ റോഡ് ഫ്രണ്ടേജ്. അതും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു വീടാണത്. അതായത് ഈ വീടിന്റെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുറഞ്ഞ വിലക്കുള്ള വീട്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല 15 സെന്റ് സ്ഥലം ഈ വീടിനും കൂടി ഇത്രയും വില കുറഞ്ഞ വിലക്ക് കിട്ടുമെന്ന്. ആ വില നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി. ഞാൻ വീട് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്ന ഇടയ്ക്ക് ഇതിന്റെ ലൊക്കേഷനും അതുപോലെ തന്നെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ്, എത്ര സ്ക്വയർ ഫീറ്റാണ്, എത്ര ബെഡ്റൂം ഉണ്ട്, എത്ര വർഷം പഴക്കമുണ്ട്, എന്താ വില, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ തന്നെ പറയും. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. എന്നിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് വില കുറവല്ലേന്ന്. കാരണം അത്രയും വില കുറവാണ്. ഈ ഔട്ട് ഹൗസ് ആണ് വേണ്ട, ഞാൻ തുറന്നില്ല കേട്ടോ. വെറുതെ വീഡിയോ ഒരുപാട് ലെങ്ത് ആണെന്ന് കണ്ട. അവിടെ കറിവേപ്പുണ്ട്, ഇഷ്ടം പോലെ ചേമ്പും കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് വേണം കംപ്ലീറ്റ് പുല്ല് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് വെക്കാനുള്ള സ്പേസ് ആണിത്. ഞാൻ ഗ്രില്ലിട്ട് വെച്ചേക്കണം. അലക്കണ കല്ല് ഇതൊന്നും പിന്നെ നമുക്കൊരു ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലായിടത്തും വാഷിംഗ് മെഷീനില്ലേ, വാട്ടർ ടാങ്ക് കാര്യങ്ങൾ. ഞാൻ മുകളിലോട്ട് കയറിയില്ല, അതാണ് കാരണം മഴ പെയ്യാണ്. ഇപ്പൊ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർവെന്റിനുള്ള ബാത്റൂമും കുളിമുറി ഉണ്ട്, ബാത്റൂം ഉണ്ട് സർവെന്റിനുള്ളത്. ഞാൻ ഫ്രണ്ടിൽ ഒരു തെങ്ങ് കാണിച്ചില്ല, നിറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു തെങ്ങ് വെപ്പുണ്ട്. ഇതിക്കടെ ജാതിയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് കയറി ചെയ്യണ്ട. ഇവിടെ ചേമ്പും കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. കാരണം കൃഷി ചെയ്യാനൊക്കെ ആവശ്യത്തിന് സ്ഥലം ഉണ്ടെന്നുള്ളത്. തൊട്ടപ്പുറത്തോടെ ഒരു കിണറുണ്ട്. അടുത്ത തെങ്ങ്. ഇപ്പൊ ഞാനിപ്പോ 3 തെങ്ങ് നിങ്ങളെ കാണിച്ചിട്ടാ. 3 4 ഉണ്ടെന്നുണ്ട് ഇവിടെ മൊത്തം. അപ്പൊ തേങ്ങക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ വെളിച്ചെണ്ണക്കൊക്കെ എന്ത് വിലയാണിത്. തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ തീ പിടിച്ചു. ഇപ്പൊ പണക്കാര് മാത്രമാണ് തേങ്ങയും വെളിച്ചെണ്ണയും വാങ്ങിക്കണം എന്നാണ് കടക്കാര് പറയണം. ആ ഒരു അവസ്ഥ എത്തി. ഇനിയിപ്പോ വെട്ടിക്കളഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ വിഷമിക്കും. കാരണം ഇനിയിപ്പോ തെങ്ങും തൈയൊക്കെ കൊണ്ട് നട്ടുപിടിപ്പിക്കേണ്ട ഒരു കാലമായി. കാരണം ഇതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് പെര വെച്ച് ചെയ്യുമ്പോൾ ഒരു